Hello dear students, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. നോക്കടാ ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നത്. Let f from 0 infinity to r be a twice differentiable function if for some a not equal to 0, integral from 0 to 1 f of lambda x d lambda is equal to a into f of x, f of 1 is equal to 1 and f of 16 is equal to 1 by 8, then 16 minus f dash 1 by 16 is equal to എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ടുണ്ട്, ലെബനിറ്റ്സ് റൂൾ യൂസ് ചെയ്യേണ്ടതുണ്ട്, പിന്നെ അതുപോലെ ലോഗരിതത്തിൻ്റെ കുറച്ച് ബേസിക് നോളജ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു മിക്സ്ഡ് കൺസെപ്റ്റുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ജസ്റ്റ് അബോവ് ആവറേജ് ലെവലാണ്. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടി ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എഴുതുന്നത് 0 to 1 എഫ് ഓഫ് ലാംഡ എക്സ് ഇൻറ്റു ഡി ലാംഡ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. സോ ഹിയർ ഫോർ ഫർദർ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ഇതിനെ എഫ് ഓഫ് എക്സ് ആക്കി മാറ്റുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ വേരിയബിൾ സെപ്പറബിളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ ലാംഡ എക്സിന് നമ്മൾ ടി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ നമ്മൾ ബോത്ത് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇപ്പോൾ ടി ഒരു വേരിയബിളാണ്, ലാംഡ വേരിയബിളാണ്, എക്സ് ഇൻ്റഗ്രേഷനെ സംബന്ധിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളാണ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക എക്സ് ഇൻറ്റു ഡി ലാംഡ ഇസ് ഈക്വൽ ടു ഡി ടി എന്നാണ് കിട്ടുക. സോ ക്ലിയർലി ഡി ലാംഡ ഇസ് ഈക്വൽ ടു ഡി ടി ബൈ എക്സ് എന്ന് കിട്ടും. അഫ്കോഴ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ജസ്റ്റ് മൈൻഡ് കാൽക്കുലേഷൻ ആണ്. വെൻ ലാംഡ, ഇവിടെ ലാംഡയാണ് വേരിയബിൾ. സോ വെൻ ലാംഡ ഈസ് 0, ടി ബിക്കംസ് 0 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 0. When lambda is 1, t becomes 1 into x, that becomes x. Now we have a f of lambda x എന്താണ് t ആണ്. And what is d lambda? It is dt by x. That's equal to a into f of x. Okay, a into f of x. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഇൻ്റഗ്രേഷൻ സംബന്ധിച്ചിടത്തോളം എക്സ് എന്ന് പറയുന്ന വേരിയബിള് അവിടെ ശരിക്കും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താണ്, ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതൊക്കെ ബാക്കിയെല്ലാം എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എക്സ് എഫ് ഓഫ് എക്സ്. ഞാൻ എക്സിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ചുമ്മാ ഇൻ്റഗ്രേഷനിലെ വേരിയബിളിന് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് എക്സ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഉള്ളതാണ് ഇൻ്റഗ്രൽ 0 to x ഉണ്ട്. എന്താണ്, എഫ് ഓഫ് ടി ഡി ടി ആണ്. എന്താണ്, എഫ് ഓഫ് ടി ഡി ടി ആണ്. റൈറ്റ് സൈഡിലുള്ള എന്താണെന്ന് വെച്ചാൽ എ ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എ ഇൻറ്റു റൈറ്റ് സൈഡിൽ എന്തുള്ളത്, എ ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ട് സൈഡ് എന്ത് ചെയ്യാൻ പോവാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രൽ ഫ്രം 0 to x ആണ്. അപ്പോൾ നമ്മൾ അതിന് ലെബനിറ്റ്സ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുക എഫ് ഓഫ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് എഴുതണ്ട. ഈക്വൽ ടു ഇവിടെ റൈറ്റിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് എക്സ് ഡെറിവേറ്റീവ്, സെക്കൻഡ് എഫ് ഡാഷ് എക്സ്, സെക്കൻഡ് എഫ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് എക്സ് 1 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എഫ് ഓഫ് എക്സിന് വൈ ഇട്ട് കൊടുക്കുക. സോ എ ഇൻറ്റു എഫ് ഓഫ് എക്സ്, എ ഇൻറ്റു എക്സ് ഇൻറ്റു എന്ത് എഴുതുക, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഓക്കെ, പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. നമ്മൾ എനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ ഈസ് ഈക്വൽ ടു എന്താണ്, വൈ ഈസ് ഈക്വൽ ടു എ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എ വൈ എന്ന് കിട്ടും. അപ്പോൾ വൈ മൈനസ് എ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇതിൽ നമ്മൾ വൈനെ പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് എ ഇസ് ഈക്വൽ ടു എ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഓക്കേടാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ദിസ് സൈഡ് വി ക്യാൻ റൈറ്റ് ഡി വൈ ബൈ വൈ, ദിസ് സൈഡ് വി ക്യാൻ റൈറ്റ് ഡി എക്സ് ബൈ എക്സ്. ഇനി എ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വേണമെങ്കിൽ 1 മൈനസ് എ ബൈ എ എന്നും പറയാം. 1 മൈനസ് എ ബൈ എ ഡി എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ. സോ വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ബോത്ത് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 1 മൈനസ് എ ബൈ എ കോൺസ്റ്റൻ്റ് ആണ്, ലോഗ് എക്സ് എന്ന് കിട്ടും. യെസ്, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് വൈ എന്ന് കിട്ടും. ദെൻ പ്ലസ് സി. ആഫ്റ്റർ ഇൻറ്റഗ്രേഷൻ വൺ സൈഡ് കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നോക്കുക. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 ആണ് എന്ന് വെച്ചാൽ എക്സിന് 1 കൊടുത്താൽ വൈ 1 എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് സീൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. ബിക്കോസ് ലോഗ് 1 ഇസ് 0 ആൻഡ് ലോഗ് വൈക്ക് 1 കൊടുത്താലും ലോഗ് 1 0 ആവും. അപ്പോൾ സി 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 1 മൈനസ് എ ബൈ എ ഇൻറ്റു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് വൈ എന്ന് എഴുതിയാൽ മതി. സി എന്താണ്, 0 ആണ്. നമുക്ക് അടുത്ത കണ്ടീഷൻ എഫ് ഓഫ് 16 ഈസ് 1 ബൈ 8. എഫ് ഓഫ് 16 1 ബൈ 8 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന് 16 കൊടുത്തു കഴിഞ്ഞാൽ വൈ എന്താണ്, 1 ബൈ 18 ആണ് അല്ലേ. സോറി 1 ബൈ 8 ആണ്, നോട്ട് 18, 1 ബൈ 8 ആണ്. അപ്പോൾ ഇതിവിടെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, 1 മൈനസ് എ ബൈ എ
into log 16 is equal to log 1 by 8 എന്ന് കിട്ടും. And from here you can calculate it as, see, 1 minus 1 by a, 1 minus a by a into, see, log 16 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 2 raised to 4 ആണ് 16. So 4 log 2 എന്ന് കിട്ടും. So here 4 log 2 and the other side we have a log 1 by 8. It will become what? Minus 2, 3 log 2. Okay, 3 log 2. Log 2 will cancel. And 1 minus a into 4 is equal to minus 3a. So 4 minus 4a is equal to minus 3a. So what we get, 4 is equal to a എന്ന് കിട്ടും. Minus 4a അപ്പുറം കൊണ്ടുപോയാൽ minus 3a plus 4a becomes a. That is a is equal to 4. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടിയല്ലോ. എൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ you can say again, ഇതെന്തായിട്ട് മാറും, 1 minus a by a becomes 1 minus a എന്ന് പറഞ്ഞാൽ 1 minus 4, that is minus 3 divided by a. A means 4. Okay, into log x is equal to log y, and this is what your final function. Okay, now we need to find out 16 minus f dash. If you want to find out f dash, you need to cancel log. So we can write it as log x to the power minus 3 by 4. That is equal to log y. Let's cancel log on both sides. So we are getting y is equal to x to the power minus 3 by 4. Let's go for differentiation. Y dash equal to n into x power minus 3 by 4 minus 1 will be minus 7 by 4. So now you can find out f y dash. Y dash means f dash x. F dash x is so 16 minus f dash 1 by 6. Now you can find 16 minus f dash. This is nothing but f dash. 16 minus f dash 1 by what? 1 by 16, right? 1 by 16. Okay, we can calculate 16 minus f dash 1 by 60 means minus 3 by 4. Yes, that will become plus. X is 1 by 16. The whole power is minus 7 by 4. If you calculate, you will get a 16 plus 3 by 4 into, this is positive 16. 16 the whole power 7 by 4. Why positive? Because 1 by 16 whole power negative is positive 16 in the numerator, then whole power positive 7 by 4. So this is 16 plus 3 by 4 into 16 means 2 raised to 4. So this is 2 raised to 7. Okay, 2 and this also cancel. We get 2 raised to 5. 2 raised to 5 is 32. So 16 plus 32 and 2 will be what? 96. 96 plus 16 is 112, right? No. What is the answer? 112. Yes, correct. 112 is the final answer. So answer is 112. മക്കളെ ഇത് ഇൻറ്റിജർ ടൈപ്പാണ്. ആൻസർ എത്രയാണ്? 112 ആണ് ഫൈനൽ ആൻസർ. സോ ഇറ്റ്സ് ലിറ്റിൽ ലെങ്തി ആണ്, പക്ഷേ വളരെ എളുപ്പമാണ് ചെയ്യാൻ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, പഠിക്കുക കേട്ടോ.